ഉപദ്വീപീയ നദികളെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ നമ്മൾ ഉപദ്വീപീയ നദികളും നർമ്മദയും പറഞ്ഞിരുന്നു. അടുത്തത് നമുക്ക് അടുത്ത ഉപദ്വീപീയ നദികളെ പറ്റി നോക്കാം. അടുത്താണ് താപ്തി. താപ്തി എവിടെയാണ് ഉത്ഭവിക്കുന്നത്? മധ്യപ്രദേശിലെ ബൈത്തുൾ ജില്ലയിലെ മുൾത്തായ് പീഠഭൂമിയിൽ നിന്നാണ് താപ്തി ഉത്ഭവിക്കുന്നത്. താപ്തി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? മധ്യപ്രദേശിലെ ബൈത്തുൾ ജില്ലയിലെ മുൾത്തായ് പീഠഭൂമിയിൽ നിന്നാണ് താപ്തി ഉത്ഭവിക്കുന്നത്. താപ്തി നദിയുടെ നീളം എത്രയാണ്? 724 കിലോമീറ്റർ ആണ്. 724 കിലോമീറ്റർ ആണ് താപ്തിയുടെ നീളം. താപി എന്ന പേരിലും അറിയപ്പെടുന്ന ഒരു നദിയാണ് താപ്തി. താപി എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്ന നദിയാണ് താപ്തി. നർമ്മദ, ഗോദാവരി എന്നീ നദികൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് താപ്തിയാണ്. നർമ്മദ, ഗോദാവരി എന്നീ നദികൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? താപ്തിയാണ്. ഇനി താപ്തി നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ്. താപ്തി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ്. ഇനി സൂററ്റ് സ്ഥിതി ചെയ്യുന്നത് താപ്തി നദിയുടെ തീരത്താണ്. സൂററ്റ് സ്ഥിതി ചെയ്യുന്നത് താപ്തി നദിയുടെ തീരത്താണ്. ഉപദ്വീപിയൻ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് താപ്തി. ഉപദ്വീപിയൻ നദികളില് പടിഞ്ഞാറോട്ട് ഒഴുകുന്നതിലെ ഏറ്റവും വലിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് താപ്തിയാണ്. രണ്ടാമത്തെ നദിയാണ് കേട്ടോ. അടുത്തതാണ് താപ്തി നദിയുടെ പോഷക നദികൾ കുറച്ചേറെയുണ്ട്. പൂർണ, സുഖി, ഗിർന, ബേത്തൽ, പത്കി, ബോറി, പഞ്ച്ഹാര, ആനർ. ആനർ, ഗിർന ഇതൊക്കെ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ഏത് നദിയുടെ പോഷക നദിയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പൂർണ, സുഖി, ഗിർന, ബേത്തൽ, പത്കി, ബോറി, പഞ്ച്ഹാര, ആനർ എന്നിവയൊക്കെ എന്താണ്? താപ്തി നദിയുടെ പോഷക നദി ആണ്. ഇനി താപ്തി നദിയിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ് കാക്രപ്പാറ, ഉക്കായി എന്നിവ. താപ്തി നദിയിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ് കാക്രപ്പാറ, യുക്കായ് എന്നിവ. അപ്പൊ പ്രധാന പോഷക നദികൾ താപ്തിയുടെ ഏതൊക്കെയാണ്? പൂർണ, സുഖി, ഗിർന, ബേത്തൽ, പത്കി, ബോറി, പഞ്ച്ഹാര, ആനർ എന്നിവയാണ് താപ്തി നദിയുടെ പ്രധാന പോഷക നദികൾ. താപ്തി നദിയിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ്? കാക്രപ്പാറയുണ്ട്, യുക്കായ് ഉണ്ട്. ഇനി നമുക്കറിയാം പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ട് എവിടെയായിരിക്കും പതിക്കുന്നത്? അറബിക്കടലിലായിരിക്കും പതിക്കുന്നത് അല്ലെ. കാമ്പത്ത് ഉൾക്കടലിലാണ് താപ്തി നദി പതിക്കുന്നത്. അടുത്ത നദിയാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഒരു നദിയാണ് ലൂണി നദി. ലൂണി നദി ഉത്ഭവിക്കുന്നത് ആരവല്ലി നിരകളിലെ പുഷ്കർ താഴ്വരയിൽ നിന്നുമാണ്. പുഷ്കർ താഴ്വരയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു നദിയാണ് ലൂണി. ആരവല്ലി നിരകളിലെ പുഷ്കറിൽ അടുത്തുള്ള സരസ്വതി, സബർമതി എന്നീ രണ്ട് ചെറു അരുവികൾ സംഗമിച്ച് രൂപം കൊള്ളുന്ന നദിയാണ് ലൂണി. അപ്പൊ ഏതാണ്? ആരവല്ലി നിരകളിലെ പുഷ്കറിന് അടുത്ത് നിന്ന് ഉത്ഭവിക്കുന്ന സരസ്വതി, സബർമതി എന്നീ രണ്ട് ചെറു അരുവികൾ സംഗമിച്ച് രൂപം കൊള്ളുന്ന നദിയാണ് ലൂണി നദി. സാഗർമതി എന്നാണ് ലൂണി നദി ഉത്ഭവ സ്ഥാനത്ത് അറിയപ്പെടുന്നത് എന്താണ്? സാഗർമതി എന്നാണ്. സാഗർമതി. ലൂണി നദി ഉത്ഭവ സ്ഥാനത്ത് അറിയപ്പെടുന്നത് എന്താണ്? സാഗർമതി എന്നാണ്. നീളം 511 കിലോമീറ്റർ ആണ് ലൂണി നദിയുടെ നീളം എന്ന് പറയുന്നത്. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ലൂണിയാണ്. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ലൂണിയാണ്. പിന്നെ എന്താണ്? ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന നദി, അതായത് റാൻ ഓഫ് കച്ചിലാണ് ലൂണി നദി പതിക്കുന്നത്. അവിടെ വെച്ച് അപ്രത്യക്ഷമാകുന്ന ചതുപ്പാണ് അല്ലെ. റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത് എന്താണ്? ചതുപ്പ് ഭൂമിയാണ്. അങ്ങോട്ട് ഈ ലൂണി നദി ചെന്ന് പതിക്കുന്നു, അവിടെ അപ്രത്യക്ഷമാകുന്നു. പുഷ്കർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ലൂണിയാണ്. പുഷ്കർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി എന്ന് ചോദിച്ചാൽ അത് ലൂണിയാണ്. ഇനി പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? സുക്രി, ജോവായ്, ജോജരി എന്നിവയാണ്. സുക്രി, ജോവായ്, ജോജരി എന്നിവയാണ് ലൂണി നദിയുടെ പ്രധാന പോഷക നദികൾ. ഇന്ത്യയിലെ ഒരേ ഒരു കരബന്ധിത നദി ഏതെന്ന് ചോദിച്ചാൽ അത് ലൂണിയാണ്. ഇന്ത്യയിലെ ഒരേ ഒരു കരബന്ധിത നദി ലൂണിയാണ്. സാൾട്ട് റിവർ അല്ലെ. സാൾട്ട് റിവർ അതായത് ഉപ്പുള്ള ജലാംശം അല്ലെ. ജലാംശം ഉപ്പുള്ളതാണ്. സാൾട്ട് റിവർ എന്നറിയപ്പെടുന്ന നദി ലൂണിയാണ്. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയൻ നദി. ഇനി അടുത്തതാണ് കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ. നമുക്ക് നോക്കാം. ഇപ്പൊ പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. നർമ്മദ, താപ്തി, ലൂണി അല്ലെ. നർമ്മദ, താപ്തി, ലൂണി എല്ലാം ഏതാണ്? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ്. ഇനി കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ പ്രധാനപ്പെട്ടത് നമുക്ക് ഏതൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തേത് മഹാനദി. മഹാനദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ സിംഹാവ മലനിരകളിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്.
മഹാനദി ഉത്ഭവിക്കുന്ന എവിടെയാണ്? ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ സിംഹാവ മലനിരകളിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. 857 കിലോമീറ്റർ ആണ് ഒഡീഷയുടെ ദുഃഖം. മഹാനദിയാണ് ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത്. മഹാനദിയാണ്. കട്ടക്ക് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയുടെ തീരത്താണ്. ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് മഹാനദിയിലാണ്. ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് മഹാനദിയിലാണ്. പാരദീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നദിയിലാണ്, അല്ലെ? മഹാനദിയിലാണ് പാരദീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തുറമുഖമാണ് പാരദീപ്. മഹാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി പ്രധാനപ്പെട്ടത് എന്താണ്? പ്രധാന പോഷക നദികൾ, അല്ലെ? ഷിയോനാഥ്, ഇബ്ബ്, ടെല്ല് എന്നിവ ഏത് നദിയുടെ പോഷക നദിയാണ്? മഹാനദിയുടെ പോഷക നദിയാണ് ഷിയോനാഥ്, ഇബ്ബ്, ടെല്ല് എന്നിവ. ഷിയോനാഥ്, ഇബ്ബ്, ടെല്ല് എന്നിവ മഹാനദിയുടെ പോഷക നദികളാണ്. മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഷിയോനാഥ്. മഹാനദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഷിയോനാഥ് ആണ്. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദിയാണ് ഷിയോനാഥ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദിയാണ് ഷിയോനാഥ്. സ്ഥലം എവിടെയാണ്? ഛത്തീസ്ഗഡ്. സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. അടുത്തതാണ് ഗോദാവരി. ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിൽ നാസിക് ജില്ലയിലെ പശ്ചിമഘട്ട ഭാഗത്തുള്ള ത്രയംബക കുന്നുകളിൽ നിന്നാണ്. എന്ത്? ഗോദാവരി ഉത്ഭവിക്കുന്നത്. ഗോദാവരി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ പശ്ചിമഘട്ട ഭാഗത്തുള്ള ത്രയംബക് കുന്നുകളിൽ നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. ത്രയംബക് കുന്നുകളിൽ നിന്ന്. ത്രയംബക്. 1465 കിലോമീറ്റർ ആണ് നീളം. ഗോദാവരിയുടെ നീളം എത്രയാണ്? 1465 കിലോമീറ്റർ ആണ് ഗോദാവരിയുടെ നീളം. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതെന്ന് ചോദിച്ചാൽ അത് ഗോദാവരിയാണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഗോദാവരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഗോദാവരിയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ഇനി അതിന്റെ പോഷക നദികൾ നോക്കാം. മഞ്ജീര, പെൻഗംഗ, വാർധ, ഇന്ദ്രാവതി, ശബരി, പൂർണ്ണ, പ്രാണഹിത എന്നിവയെല്ലാം ഗോദാവരിയുടെ പോഷക നദികളാണ്. ഏതൊക്കെയാണ്? മഞ്ജീര, പെൻഗംഗ, വാർധ, ഇന്ദ്രാവതി, ശബരി, പൂർണ്ണ, പ്രാണഹിത എന്നിവ ഗോദാവരിയുടെ പോഷക നദികളാണ്. ഹൈദരാബാദിനും സെക്കന്ദരാബാദിനും ആവശ്യമായ കുടിവെള്ളം എത്തിക്കുന്ന പ്രധാന നദിയാണ് മഞ്ജീര. അല്ലെ? ഗോദാവരിയുടെ പോഷക നദിയാണ് മഞ്ജീര. ഹൈദരാബാദിനും സെക്കന്ദരാബാദിനും ആവശ്യമായ കുടിവെള്ളം എത്തിക്കുന്ന പ്രധാന നദിയാണ് മഞ്ജീര. 12 വർഷത്തിലൊരിക്കൽ ഗോദാവരി തീരത്ത് നടക്കുന്ന ആഘോഷമാണ് പുഷ്കാരം. 12 വർഷത്തിലൊരിക്കൽ ഗോദാവരി തീരത്ത് നടക്കുന്ന ആഘോഷമാണ് പുഷ്കാരം. ഗോദാവരി ഡെൽറ്റയിൽ കാണപ്പെടുന്ന ഉൾനാടൻ ലഗൂണാണ് കൊല്ലേരു തടാകം. ഗോദാവരി ഡെൽറ്റയിൽ കാണപ്പെടുന്ന ഉൾനാടൻ ലഗൂണാണ് കൊല്ലേരു തടാകം. ഗോദാവരി ഡെൽറ്റയിൽ കാണപ്പെടുന്ന കണ്ടൽക്കാടാണ് കൊറിങ്ക കണ്ടൽക്കാട്. ഗോദാവരി ഡെൽറ്റയിൽ കാണപ്പെടുന്ന കണ്ടൽക്കാട് ഏതാണ്? കൊറിങ്ക കണ്ടൽക്കാടാണ്. പിന്നെ എന്താണ്? ശ്രീരാം സാഗർ പദ്ധതി ഉണ്ട്, അല്ലെ? ഗോദാവരിയിലാണ് ശ്രീരാം സാഗർ പദ്ധതി അല്ലെങ്കിൽ പോച്ചമ്പാട് പദ്ധതി. അതൊക്കെ എവിടെയാണ്? ഗോദാവരിയിലാണ്. പോച്ചമ്പാട് പദ്ധതി അല്ലെങ്കിൽ ശ്രീരാം സാഗർ പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി എവിടെയാണ്? ഗോദാവരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെയുണ്ട് കാലേശ്വരം പ്രൊജക്ട് ഉണ്ട്, പോളാവാരം പ്രൊജക്ട് ഉണ്ട്. കാലേശ്വരം പ്രൊജക്ട്, പോളാവാരം പ്രൊജക്ട് എന്നിവയൊക്കെ ഗോദാവരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തതാണ് കൃഷ്ണ നദി. കൃഷ്ണ നദിയെ പറ്റിയൊക്കെ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാറുള്ളതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നദിയാണ്. കൃഷ്ണ നദിയുടെ ഉത്ഭവം മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ്, അല്ലെ? കൃഷ്ണൻ മഹാബലവാനാണ്. കൃഷ്ണ നദിയുടെ ഉത്ഭവം മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ്. പോഷക നദികൾ ഏതൊക്കെയാണ്? ഭീമ, തുംഗഭദ്ര, മാലപ്രഭ, മുസി, പാഞ്ച്ഗംഗ, ഗൗഡപ്രഭ, കൊയ്ന എന്നിവയാണ് കൃഷ്ണ നദിയുടെ പോഷക നദികൾ. ഭീമ, കൃഷ്ണനും ഭീമനും, അല്ലെ? ഭീമ, തുംഗഭദ്ര, മാലപ്രഭ, മുസി, പാഞ്ച്ഗംഗ, ഗൗഡപ്രഭ, കൊയ്ന എന്നിവയാണ് കൃഷ്ണ നദിയുടെ പോഷക നദികൾ. കൃഷ്ണ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പട്ടണമാണ് വിജയവാഡ. കൃഷ്ണ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പട്ടണം ഏതാണ്? വിജയവാഡയാണ്. വിജയവാഡ. നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന കൃഷ്ണ നദിയിലാണ്. നാഗാർജുന, അർജുനൻ, കൃഷ്ണൻ, അല്ലെ? നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിലാണ്.
പൗരാണിക കാലത്ത് പമ്പ എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് കൃഷ്ണ. പൗരാണിക കാലത്ത് പമ്പ എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? കൃഷ്ണയാണ്. ഉപദ്വീപീയ നദികളിൽ വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള നദിയാണ് കൃഷ്ണ നദി. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഉപദ്വീപീയ നദികളിൽ വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള നദിയാണ് കൃഷ്ണ നദി. ഇതിന്റെ നീളം ചോദിച്ചിട്ടുണ്ട്, 1400 കിലോമീറ്റർ ആണ്. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കൃഷ്ണ നദിയുടെ ഈ സെന്റൻസുകളൊക്കെ. പിന്നെ അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണയിലാണ്. അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൃഷ്ണ നദിയിലാണ്. പിന്നെ എന്താണ്? കൃഷ്ണ നദിയിൽ നിന്ന് ചെന്നൈ നഗരത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതി അറിയപ്പെടുന്നത് എന്താണ്? തെലുങ്ക് ഗംഗ പദ്ധതിയാണ് അല്ലെ? തെലുങ്ക് ഗംഗ. അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണയിലാണ്. പിന്നെ എന്താണ്? തുംഗഭദ്ര വിവിധോദ്ദേശ പദ്ധതിയുണ്ട് അല്ലെ? തുംഗഭദ്ര വിവിധോദ്ദേശ പദ്ധതിയുണ്ട്, അത് കൃഷ്ണയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണ നദിയാണ്. തെലുങ്ക് ഗംഗ പദ്ധതിയൊക്കെ ഉണ്ട് അല്ലെ? മല്ലികാർജുന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയുടെ തീരത്താണ്. പിന്നെ ഹംപിയൊക്കെ സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയുടെ തീരത്താണ്. തുംഗഭദ്ര നദിയുടെ തീരത്താണ്, പോഷക നദിയാണ് അല്ലെ? തുംഗഭദ്ര നദിയുടെ തീരത്താണ് ഹംപിയൊക്കെ സ്ഥിതി ചെയ്യുന്നത്, അത് കൃഷ്ണയുടെ പോഷക നദിയാണ്. അടുത്തതാണ് കാവേരി. ഉത്ഭവിക്കുന്നത് എവിടെയാണ്? കർണാടകത്തിലെ ബ്രഹ്മഗിരി മലനിരകളിലെ തലക്കാവേരിയിൽ നിന്നാണ് കാവേരി ഉത്ഭവിക്കുന്നത്. എവിടെ നിന്നാണ്? കർണാടകത്തിലെ ബ്രഹ്മഗിരി നിരകളിലെ തലക്കാവേരിയിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. പോഷക നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, അമരാവതി, പാമ്പാർ, ലക്ഷ്മണ തീർത്ഥം, അർക്കാവതി, നോയൽ, ഹരംഗി എന്നിവയാണ്. അപ്പൊ നമുക്കറിയാം കബനി, ഭവാനി, പാമ്പാർ കേരളത്തിലൂടെ ഉത്ഭവിച്ച് ഒഴുകുന്ന ഒരു കാവേരിയിൽ ചെന്ന് പതിക്കുന്ന പോഷക നദികളാണ് അല്ലെ? കൂടാതെ ഏതൊക്കെയുണ്ട്? അമരാവതി, ലക്ഷ്മണ തീർത്ഥം, അർക്കാവതി, നോയൽ, ഹരംഗി എന്നിവയാണ് മറ്റ് കാവേരി നദിയുടെ പോഷക നദികൾ. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരിയാണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരിയാണ്. പിന്നെ എന്താണ്? കർണാടകയുടെയും തമിഴ്നാടിന്റെയും ജീവരേഖ കാവേരിയാണ് അല്ലെ? കർണാടകയുടെയും തമിഴ്നാടിന്റെയും ജീവരേഖ കാവേരിയാണ്. ശ്രീരംഗപട്ടണം, ശിവസമുദ്രം എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്. ശ്രീരംഗപട്ടണം, ശിവസമുദ്രം എന്നിവ സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയിലാണ്. ബംഗളൂരു നഗരത്തിന് കുടിവെള്ളം ലഭ്യമാകുന്ന കാവേരി നദിയിലെ പോഷക നദിയാണ് അർക്കാവതി. ബംഗളൂരു നഗരത്തിന് കുടിവെള്ളം ലഭ്യമാക്കുന്ന കാവേരി നദിയുടെ പോഷക നദിയാണ് അർക്കാവതി. കർണാടകത്തിലെ മൈസൂരിൽ കാവേരി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് കൃഷ്ണരാജ സാഗർ ഡാം. നമ്മൾ നാഗാർജുന സാഗർ ഡാം പറഞ്ഞു അല്ലെ? ഏതാണ്? കൃഷ്ണ നദിയിലാണ്. പക്ഷെ എന്താണ്? കൃഷ്ണരാജ സാഗർ നിർമ്മിച്ചിരിക്കുന്നത് കാവേരി നദിയിലാണ്. വൃന്ദാവൻ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണരാജ സാഗർ അല്ലെ? വൃന്ദാവൻ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൃഷ്ണരാജ സാഗറിലാണ്. വൃന്ദാവൻ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണരാജ സാഗർ ആണ്. കാവേരി നദിയിലെ ആദ്യ അണക്കെട്ടാണ് കല്ലണൈ അണക്കെട്ട്. ഇമ്പോർട്ടന്റ് ആണ്. കാവേരി നദിയിലെ ആദ്യ അണക്കെട്ടാണ് കല്ലണൈ അണക്കെട്ട്. കല്ലണൈ അണക്കെട്ട് ആരാണ് നിർമ്മിച്ചത്? കരിങ്കാല ചോളനാണ് അല്ലെ? കരിങ്കാല ചോളൻ നിർമ്മിച്ചതാണ്. AD 2-ാം നൂറ്റാണ്ടിൽ കരിങ്കാല ചോളൻ നിർമ്മിച്ചതാണ് കല്ലണൈ അണക്കെട്ട്, അല്ലെങ്കിൽ ഗ്രാൻഡ് അണക്കെട്ട് എന്നൊക്കെ പറയും. ഗ്രാൻഡ് അണക്കെട്ട്. പിന്നെ എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ മേജർ ജലവൈദ്യുത പദ്ധതിയാണ് ശിവസമുദ്രം പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ മേജർ ജലവൈദ്യുത പദ്ധതിയാണ് ശിവസമുദ്രം പദ്ധതി. കാവേരി നദിയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങൾ ഏതൊക്കെയാണ്? ശിവസമുദ്രമുണ്ട്, ഹൊഗനക്കൽ ഉണ്ട് അല്ലെ? ശിവസമുദ്രം, ഹൊഗനക്കൽ എന്നിവ കാവേരി നദിയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളാണ്. പിന്നെ എവിടെയാണ് കാവേരി നദി പ്രധാനമായിട്ടും എവിടെയായിരിക്കും പതിക്കുന്നത്? കിഴക്കോട്ടൊഴുകുന്ന നദികളൊക്കെ എവിടെയാണ് പതിക്കുന്നത്? ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത് അല്ലെ? അത് കാവേരി നദി പതിക്കുന്ന സ്ഥലം പൂംപുഹാർ എന്നാണ് അറിയപ്പെടുന്നത്. തമിഴ്നാട്ടിലെ പൂംപുഹാർ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് കാവേരി നദി എവിടെയാണ് പതിക്കുന്നത്? ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത്. പിന്നെ എന്താണ്? കാവേരി നദീജല തർക്കങ്ങളൊക്കെ ഉണ്ട് അല്ലെ? അത് നിലവിൽ വന്നത് 1990-ലാണ്. കാവേരി നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണലൊക്കെ നിലവിൽ വന്നത് 90-കളിലാണ്. അപ്പൊ അത്രയാണ് ഉപദ്വീപീയ നദികളിലെ പ്രധാനപ്പെട്ട നദികൾ.